റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ 13-ാം ഭാഗം. ഗിണ്ടിയിൽ നിന്നും അയ്യപ്പൻ തങ്കലിലേക്ക് ബസ്സിൽ പോകുമ്പോൾ റാമിന്റെ കാതിൽ ഇടയ്ക്കിടെ മല്ലിയുടെ അന്ന് രാത്രിയിലത്തെ അലറിക്കാച്ചൽ മുഴുകിക്കൊണ്ടിരുന്നു. അവൻ ഫ്ളാറ്റിലെത്തുമ്പോൾ സമയം 9 മണിയായിരുന്നു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ കതക് തുറന്നത് ബിനീഷാണ്. പിന്നിലായി കിരണും ഉണ്ടായിരുന്നു. ഊത്, റാമിനെ കണ്ടതും അയാൾ പറഞ്ഞു. എന്ത്? എടാ ഊതാൻ. ഫു, റാം നീട്ടി ഊതി. അപ്പോൾ വെള്ളമടി പാർട്ടി ആയിരുന്നില്ല. പിന്നെ നീ എവിടെയായിരുന്നു ഇത്രയും നേരം? അയാൾ ഗൗരവത്തിൽ ചോദിച്ചു. നിങ്ങളല്ലേ മനുഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇഷ്ടമുള്ളത് ചെയ്യാനും ഇഷ്ടമുള്ളിടത്ത് പോകാനുമൊക്കെ? ഓ, ഞാനങ്ങനൊക്കെ പറയും എന്നും വെച്ച് ഉടനെ നീ കറങ്ങാൻ പോകുമോ? ഈ ഫ്ലാറ്റിലെ എല്ലാത്തിനും ഭ്രാന്ത. അതും പറഞ്ഞുകൊണ്ട് റാം അകത്തേക്ക് കയറിയിട്ട് ജഗ്ഗിലിരുന്ന പകുതിയോളം വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അന്ന് കിടക്കാൻ നേരത്തും കിരണും റാമും കൂടി മല്ലിയെപ്പോലുള്ളവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അവരെ അറുവാണികൾ എന്നാണോ അതോ ഹിജഡകൾ എന്നാണോ അതോ ഇനി ട്രാൻസ്ജെൻഡറുകൾ എന്നാണോ വിളിക്കേണ്ടതെന്ന് റാമിനോ കിരണിനോ പിടുത്തമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ചെന്നൈയിൽ നേരം പുലർന്നത് നേരത്തെ മഴയുടെ കൂടിയാണ്. റാം ബാൽക്കണിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ഓയിൽ മിൽ റോഡിന്റെ തെരുവോരങ്ങൾ മുഴുവൻ ആ മഴയിൽ നനയുന്നുണ്ടായിരുന്നു. അവൻ ആ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായാണ് അവിടെ മഴ പെയ്യുന്നത്. സമീപത്തെ കെട്ടിടത്തിന് മുകളിലുള്ള വാടക കട്ടിലുകളെല്ലാം പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ബസ് ഡിപ്പോയുടെ മുന്നിലായി കുടയും ചൂടി നിൽക്കുമ്പോൾ തെരുവിലെ കച്ചവടക്കാർ മുതൽ ഭിക്ഷയാചിക്കുന്നവർ വരെ സന്തോഷത്തോടെ പൊടിമഴ നനയുന്ന കാഴ്ച അവൻ കണ്ടു. ചെന്നൈയിൽ ജീവിക്കുന്നവരുടെ മുഖത്ത് സന്തോഷം കാണുക വളരെയധികം വിരളമായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം അവൻ കണ്ട മിക്ക ആളുകളുടെ മുഖങ്ങളിൽ ആ ഒരു വികാരം മാത്രമായിരുന്നു. ചെന്നൈയുടെ കാലാവസ്ഥ അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെ പോലും അത്ര കണ്ട് ബാധിച്ചിരുന്നുവെന്ന് റാമിന് തോന്നി. ഗിണ്ടി സ്റ്റേഷൻ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി സബ്വേയിലൂടെ നടക്കുമ്പോൾ കച്ചവടക്കാരിൽ ഒരാളുടെ പക്കൽ നിന്നും 50 രൂപ കൊടുത്ത് അവനൊരു ബോക്സ് സ്ട്രോബെറി പഴം വാങ്ങി. പ്ലാറ്റ്ഫോം നമ്പർ 2 കൂടുതൽ സമൂസ കച്ചവടം നടത്തുന്ന അമ്മച്ചിയുമായി സംസാരിച്ചുകൊണ്ട് മല്ലി നിൽപ്പുണ്ടായിരുന്നു. പടികളിറങ്ങി വരുന്ന രാമനെ കണ്ടതും അവൾ ഭംഗിയിൽ പുഞ്ചിരിച്ചു. റാം അവളെ മൊത്തമായി ഒന്ന് നോക്കി. അവൻ തലേന്ന് വാങ്ങിക്കൊടുത്ത ആ സാരിയും വിരിഞ്ഞു തുടങ്ങിയ മുല്ലപ്പൂക്കളും ചൂടി നെറ്റിയിൽ ചന്ദനം തൊട്ട് സാരിക്ക് യോജിച്ച കമ്മലുമിട്ട് അവൾ നിൽക്കുന്നു. റാമിനെ കണ്ടതും സമൂസ വിൽക്കുന്ന അമ്മച്ചി ഇവനാണോ എന്ന മട്ടിൽ മല്ലിയെ നോക്കി. മല്ലി പുഞ്ചിരിച്ചുകൊണ്ട് തല ഉലുക്കി കാണിച്ചു. റാം അവർക്കരിയിലേക്ക് നടന്നു ചെന്നു. സൂപ്പർ, അവൻ അവളെ നോക്കി പറഞ്ഞു. താങ്ക്സ്. അപ്പോഴേക്കും അവൻ സാധാരണ പോകാറുള്ള ട്രെയിൻ എത്തിയിരുന്നു. റാം ട്രെയിനിലേക്ക് കയറിയതും സമൂസക്കാരി അമ്മച്ചോട് പറഞ്ഞിട്ട് അവളും ട്രെയിനിലേക്ക് വന്നു കയറി. പതിവിന് വിപരീതമായി അവൾ അന്ന് ആരോടും പണം ചോദിച്ചില്ല. ട്രെയിനിന്റെ വാതിലിന് ഇരുവശവുമായി കൈപ്പിടിയിൽ തൂങ്ങി അവർ ഇരുവരും നിന്നു. ട്രെയിനിൽ തിരക്ക് തീരെ കുറവായിരുന്നു. റാം കയ്യിലിരുന്ന സ്ട്രോബെറി പഴത്തിന്റെ ബോക്സ് തുറന്ന് അവളുടെ നേർക്ക് നീട്ടി. അവൾ അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കടിച്ചു. മഴ ട്രെയിനിന്മേൽ ചാറിക്കൊണ്ടിരുന്നു. മഴകണങ്ങൾ ഇടയ്ക്കിടെ റാമിന്റെയും മല്ലിയുടെയും മുഖത്തേക്ക് തെറിച്ചു വീണു. മല്ലി അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. എന്താ, റൊമാൻസാണോ? മല്ലിയുടെ ചിരി കണ്ട് റാം കളിയാക്കുന്ന തരത്തിൽ ചോദിച്ചു. അയ്യാ സാമി, വേണ്ടേ? ഇനി ജീവിതത്തിൽ ഒരു താടിക്കാരെയും ഞാൻ പ്രേമിക്കില്ലേ? മല്ലി കൈകൂപ്പി ചിരിച്ചു. റാമും ഒപ്പം ചിരിച്ചു. 2 ദിവസം മുൻപ് വരെ എനിക്ക് നിന്നെ പേടിയായിരുന്നു മല്ലി. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയില്ലേ? റാം അവൾക്ക് നേരെ ഒരു സ്ട്രോബെറി പഴം കൂടെ നീട്ടി. ഇതൊക്കെ 2-3 ദിവസം കാണും റാം. ഇതുപോലെ ഞങ്ങളോട് സിമ്പതി തോന്നിയിട്ട് ഫ്രണ്ട്സ് ആകാൻ പലരും വരാറുണ്ട്. സിമ്പതിയുടെ ചാർജ് തീരുമ്പോൾ അവരൊക്കെ പതിയെ ഓരോ തിരക്കുകളിലേക്ക് പോകും. പിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് പരിചിതമാണ്. ആരൊക്കെ വന്നാലും പോയാലും ഞങ്ങളൊക്കെ എപ്പോഴും ഇവിടെയൊക്കെ തന്നെ കാണും. ഇതാണ് ഞങ്ങളുടെ ലോകം. എങ്കിലും നീ എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. മറ്റുള്ളവരെ പോലെയല്ല. എന്നെ കടയിൽ കൊണ്ടുപോയി സാരിയൊക്കെ വാങ്ങിത്തന്നില്ലേ? ഞാൻ സ്നേഹിച്ചാലും പോലും എന്നെ ഒരുമിച്ചെങ്കിലും കൊണ്ടുപോയിട്ടില്ല. ഇനി ഈ സാരി കാണുമ്പോഴെല്ലാം ഞാൻ നിന്നെ ഓർമ്മിച്ചോളാം. സിമ്പതിയുടെ പുറത്തു തോന്നിയ ഒന്നാണ് അവളോടുള്ള സൗഹൃദമെന്ന് റാമിന് തോന്നി. അവൾ പറഞ്ഞതുപോലെ സിമ്പതിയുടെ ചാർജ് തീരുമ്പോൾ ഇടയ്ക്ക് വെച്ച് അത് അണഞ്ഞു പോകുവാൻ സാധ്യതയുള്ള ഒന്നാണ്. ട്രെയിൻ നുങ്കമ്പാക്കം എത്തും വരെ അവനും അവളും തമ്മിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല. ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ നേരത്ത് അവൻ സ്ട്രോബെറി ബോക്സ് അവൾക്ക് കൊടുത്തിട്ട് ബായ് പറഞ്ഞു. അവൾ വാതിൽ തന്നെ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ റാമിന് കഴിഞ്ഞില്ല. കുട നിവർത്തി കോളേജിലേക്കുള്ള നടത്തത്തിനിടയിൽ റെയിൻകോട്ടൊക്കെ ധരിച്ച രേഷ്മ അവനരികിൽ കൊണ്ട് വണ്ടി ചവിട്ടി നിർത്തി. ഓയ് റാം, കയറിക്കോ. നിന്റെ പിണക്കമൊക്കെ തീർന്നോ? റാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആങ്ങളത്തിണ്ടിക്ക് ഒരു വട്ടം റീചാർജ് ചെയ്ത് കൊടുത്ത കാശ ഞാൻ തിരിച്ചു ചോദിച്ചേ. എന്നും വെച്ച് ഞാൻ ഓർത്തോ നിങ്ങൾ വേറെ പെൺപിള്ളേർ വെച്ച് വർക്ക് ഷൂട്ട് ചെയ്യുമെന്ന്? അവൾ ചുണുങ്ങുന്ന രീതിയിൽ പറഞ്ഞു. അതൊരു കോമഡിയാണ്. വെട്ടിയുടെ വർക്കിലെ അവളിച്ചിരി പിശക, ഒരു കറവക്കാരിയ. മിക്കവാറും വെട്ടിയെ വളയ്ക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ അവന്റെ കാശ് മൊത്തം അവൾ ഊറ്റിയെടുത്തോളും. അവൻ അങ്ങനെ തന്നെ വേണം. 189 രൂപയ്ക്ക് പകരം എല്ലാം പോയി അവൻ ജെട്ടിയിട്ട് തെരുവിൽ നിൽക്കണം. രേഷ്മ അത് മനസ്സിൽ കണ്ട് ആസ്വദിക്കുന്ന തരത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
നല്ല ബെസ്റ്റ് ആങ്ങളെയും പെങ്ങളും. വാ പോകാം, മഴ കൂടുന്നുണ്ട്. റാം കുടമടക്കി വണ്ടിയുടെ പിന്നിലേക്കിരുന്നു. രേഷ്മയും രാമും കോളേജിലേക്ക് എത്തുമ്പോൾ അവരുടെ താഴെയുള്ള മിനി തിയേറ്റർ ഹാളിലേക്ക് ഇരിക്കാൻ ആനന്ദി പറഞ്ഞു. അതെന്താ അവിടെ? റാം ചോദിച്ചു. നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ പ്രിൻസിപ്പൽ ശ്രീനിവാസൻ സാറിന് വലിയ സ്ക്രീനിൽ കാണണമെന്ന് പറഞ്ഞു. അയ്യോ, എന്റെ വർക്ക് കണ്ടിൽ പ്രിൻസി മിക്കവാറും എന്നെ അപ്പോൾ തന്നെ ഇവിടുന്ന് പറഞ്ഞുവിടും, രേഷ്മ ഭയത്തോടെ പറഞ്ഞു. ആനന്ദി ഇരുവർക്കും ഹാളിലേക്ക് പോകുവാനുള്ള വഴി കാണിച്ചു കൊടുത്തു. അവർ അവിടെ എത്തുമ്പോൾ ശിവസാർ ഉൾപ്പെടെ ക്ലാസ്സിലെ ബാക്കിയുള്ളവരൊക്കെയും എത്തിച്ചേർന്നിരുന്നു. 9 ബെൽ മുഴങ്ങിയ ശേഷം ആനന്ദിയും തിയേറ്റർ ഹാളിലേക്ക് വന്നെത്തി. സ്ക്രീനിങ്ങിന്റെ ഫോട്ടോകൾ കോളേജിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുവാനുള്ള ജോലി പ്രിൻസിപ്പൽ അവളെ ഏൽപ്പിച്ചിരുന്നു. പ്രിൻസിപ്പൽ ശ്രീനിവാസ് വന്നതും വർക്കുകളുടെ സ്ക്രീനിംഗ് ആരംഭിച്ചു. 2 മിനിറ്റ് ദൈർഘ്യമുള്ള 15 വർക്കുകളും തുടരെ സ്ക്രീനിൽ വന്നുപോയി. ഹാളിലേക്ക് ഏറ്റവും മുകളിൽ വന്നെത്തിയതിനാൽ രേഷ്മയുടെയും റാമിന്റെയും വർക്കുകൾ ഏറ്റവും ഒടുവിലായിരുന്നു പ്ലേ ചെയ്തത്. റാമിന്റെ വർക്കിന്റെ സ്ക്രീനിംഗ് കഴിഞ്ഞതും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. റാം നോക്കുമ്പോൾ ക്യാമറ കഴുത്തിൽ തൂക്കിയിട്ടിട്ട് ആനന്ദിയും കൈതട്ടുന്നത് കണ്ടു. അവന് ലഭിച്ച വലിയൊരു അംഗീകാരമായിരുന്നു ഹാളിൽ നിറഞ്ഞ കൈയടി. പുറത്തേക്ക് പോകും മുൻപ് നല്ല രീതിയിൽ വർക്കുകൾ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രിൻസിപ്പൽ ഓരോ പാർക്കൽ പേന വീതം ഗിഫ്റ്റ് നൽകി. സ്ക്രീനിംഗ് കഴിഞ്ഞതും എല്ലാവരും തിരികെ ക്ലാസ്സിലേക്ക് പോയി. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ഉണവകത്തിലേക്ക് പോകാൻ തുടങ്ങിയ രേഷ്മയോടും റാമിനോടും അന്ന് താൻ ചിങ്കാവിക്കൊപ്പം ഹോട്ടലിൽ നിന്നുമാണ് ലഞ്ച് കഴിക്കുന്നതെന്ന് വെട്ടി പറഞ്ഞു. അടിപൊളി, ചെല്ല്. അത് പറഞ്ഞിട്ട് രേഷ്മ പുറത്തേക്ക് പോയി. അവൾ പണി തുടങ്ങിയെന്ന് തോന്നുന്നു. താഴേക്കുള്ള പടികളിറങ്ങുമ്പോൾ റാം രേഷ്മയോട് പറഞ്ഞു. അവരിരുവരും റോഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആനന്ദി കാർത്തിക്കിന്റെ കഴുത്തിൽ അമർത്തുകയും തിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാർത്തിക്കിന്റെ കഴുത്ത് ശരിയായപ്പോൾ ആനന്ദിക്ക് കൈ കൊടുക്കുകയും കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ട് നടന്നു പോവുകയും ചെയ്തു. ഇവളെന്താ വല്ല മർമാണ ചികിത്സയും തുടങ്ങിയോ? രേഷ്മ സംശയത്തിൽ ചോദിച്ചു. അതൊക്കെ ഒരു കഥയാണ് മോളെ, അവളെ അവളുടെ തന്തയ്ക്ക് വിളിച്ചു നോക്ക്. അത് ശരി, കാർത്തികിനിട്ടും കിട്ടിയോ? അവളുടെ തന്തയ്ക്ക് എന്താ കൊമ്പുണ്ടോ? നിനക്കും അതിനല്ലേ കിട്ടിയത്? അതെന്നെ, ഇനി അവളുടെ അച്ഛൻ മരിച്ചു പോയതോ മറ്റോ ആണോ? അതുമല്ലെങ്കിൽ വല്ല രോഗിയുമാകുമോ? ഇവളിങ്ങനെ കാശുണ്ടാക്കുന്നത് അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ മറ്റോ ആണെങ്കിലോ? അവൻ സംശയത്തോടെ പറഞ്ഞു. ഒന്ന് പോയേറാം, ഇവളുടെ അമ്മയും അച്ഛനും ഇടയ്ക്കിടെ നമ്മുടെ പാർട്ടിയുടെ വീട്ടിൽ വന്നു പോകാറുണ്ട്. അവർക്ക് അസുഖം പോയിട്ട് കാശിന് ആവശ്യമുള്ള ടീംസാണെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. രേഷ്മ പറഞ്ഞത് കേട്ടപ്പോൾ ആനന്ദ് രഹസ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയായി അവന് തോന്നി. അവർ ഉണവകത്തിലേക്ക് എത്തുമ്പോൾ ആനന്ദി ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു. പരസ്പരം നോക്കിയെങ്കിലും ഇരുവരുടെയും മുഖത്ത് പ്രത്യേകമായ ഭാവമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അവൾ പതിവ് പോലെ തൈര് സാധവും റാമും രേഷ്മയും സാമ്പാർ സാധവും കഴിച്ചു. ഉണവകത്തിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ആനന്ദി രേഷ്മയുടെയും റാമിന്റെയും ഒപ്പം നടന്നു ചെന്നു. റാം, യുവർ ഷോർട്ട് മൂവി വാസ് വെരി ഗുഡ്, അവൾ അവർക്കൊപ്പം കയറി നടന്നുകൊണ്ട് പറഞ്ഞു. താങ്ക്സ്. അവനും അവളും തമ്മിൽ സാധാരണക്കാരെ പോലെ സംസാരിക്കുന്നത് കണ്ടിട്ട് അത്ര രസിക്കാത്ത മട്ടിൽ രേഷ്മ ഇരുവരെയും നോക്കി. കാളിദാസാണോ ആ കഥ പറഞ്ഞു തന്നത്? കാളിദാസോ? റാം സംശയത്തിൽ ആനന്ദിയെ നോക്കി. അവന്റെ വേറെ പേരെനിക്കറിയില്ല. പുള്ളി ഇന്നലെ ടി നഗറിൽ റാമിനൊപ്പം ഉണ്ടായിരുന്നല്ലോ, ഞാൻ നിങ്ങളെ കണ്ടിരുന്നു. മല്ലിയെ പറ്റിയാണ് ആനന്ദി പറയുന്നതെന്ന് അവന് മനസ്സിലായി. മല്ലിയെ തനിക്കെങ്ങനെ അറിയാം? അവൻ സംശയത്തോടെ ചോദിച്ചു. ഒരിക്കൽ കച്ചി കോളേജിൽ അഡ്മിഷനും ചോദിച്ചു വന്നിരുന്നു. സർട്ടിഫിക്കറ്റിലൊക്കെ ആണിന്റെ ഫോട്ടോയും പേരുമായിരുന്നു. രൂപം പെണ്ണിന്റെയും. ശ്രീനിവാസ് സാർ പോകാൻ പറഞ്ഞിട്ടും പോയില്ല. ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാനായിരുന്നു ആളുടെ ആഗ്രഹം. ഇവിടെ ബോയ്സിന് ഡാൻസ് അക്കാഡമിയിൽ സീറ്റില്ല. കാഴ്ച സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രൂഫിലൊക്കെ അയാൾ പുരുഷനല്ലേ. അന്ന് കാളിദാസ് എന്ന ആ പേര് എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. പിന്നെ കക്ഷിയെ ഞാൻ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇയാൾക്കൊപ്പമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇന്നലെയാണ് മല്ലിയെ അടുത്ത് പരിചയപ്പെടുന്നത്. അവളുടെ അധികം കഥകളൊന്നും എനിക്കറിയില്ല. മല്ലി തന്നെ കോളേജ് ഗേറ്റ് വരെ പിന്തുടർന്നു വന്ന കാര്യം റാം മനസ്സിലോർത്തു. അന്ന് ശ്രീനിവാസ് സാർ അഡ്മിഷൻ കൊടുക്കാതിരുന്നത് കൊണ്ട് ഒരു പ്രതിഷേധം വന്നതുപോലെ കോളേജ് വിട്ട സമയത്ത് സാർ പോകുമ്പോൾ കാറിന്റെ മുന്നിൽ കയറി നിന്ന് കാളിദാസ് നൃത്തം ചെയ്തു. എല്ലാവരും ചുറ്റും കൂടി. സാർ പോലും അവന്റെ നൃത്തം കണ്ട് ഞെട്ടിപ്പോയി. അത്രയ്ക്ക് മെയ്വഴക്കമായിരുന്നു. പക്ഷെ റൂൾസ് ആണല്ലോ. അവൻ അഡ്മിഷൻ കൊടുത്തില്ല, ആനന്ദി പറഞ്ഞു. തെരുവിലെ റോഡിലൂടെ ചിങ്കാവിയെയും കൊണ്ട് വെട്ടി അവരുടെ മുന്നിലൂടെ ബൈക്കിൽ പോകുന്നത് അവർ കണ്ടു. ചിങ്കാവി റാമിനെ കൈവീശിച്ച് കാണിച്ചു. അവന് പറ്റിയ ബെസ്റ്റ് കൂട്ടാണ്. അവരിരുവരെയും കണ്ടതും ആനന്ദി പറഞ്ഞു. നിനക്കവളെ അറിയുവോ? അതുവരെ ഒന്നും മിണ്ടാതെ ഒപ്പം നടന്ന രേഷ്മ ചോദിച്ചു. ഹലോ, ഞാൻ ആ കോളേജിലെ റിസർച്ചിസ്റ്റ് മാത്രമല്ല, ഓഫീസ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓഫീസിലുള്ള ആളുകളെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ ശമ്പളം കൂടി വാങ്ങി ഡബിൾ ഡ്യൂട്ടി ചെയ്യുന്നതാവും, രേഷ്മ പുച്ഛത്തോടെ പറഞ്ഞു. ആനന്ദി അവളെ രൂക്ഷമായി നോക്കി. രേഷ്മേ, നിന്റെ വിചാരം എന്താന്നാ? നിനക്കും നിന്റെ ആങ്ങളയ്ക്കും ഏതോ രാഷ്ട്രീയക്കാരന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയതെന്നോ? പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വഴി ആയതുകൊണ്ട് ശ്രീനിവാസ് സാർ നിങ്ങൾ രണ്ടുപേരെയും എടുക്കണ്ടെന്ന് പ്രത്യേകം പറഞ്ഞതാ. പിന്നെ ഞാൻ കൂടി പറഞ്ഞിട്ടാ ഇവിടെ ഇപ്പോൾ ആങ്ങളെയും പെങ്ങളും ഞെളിഞ്ഞിരുന്ന് പഠിക്കുന്നത്. പാട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അത് കേട്ടപ്പോൾ രേഷ്മ ഒന്ന് ഞെട്ടി.
അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിറ്റപ്പൻ ADMKയുടെ അടുത്ത ആളാണല്ലോ, അവർ അതിശയത്തോടെ പറഞ്ഞു. വേണമെങ്കിൽ സാറിന് നേരിൽ കണ്ട് ചോദിക്ക്. ശ്രീനിവാസ് സാർ അമ്മാതിരി പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ വഴിയൊന്നും ആളെ എടുക്കാറില്ല. ലാസ്റ്റ് ടൈം ആയപ്പോൾ അഡ്മിഷൻ എടുത്ത 2 പേർ അഡ്മിഷൻ ക്യാൻസലാക്കി, വേറെ എന്തോ കോഴ്സ് ചെയ്യുവാൻ പോയി. അങ്ങനെയെങ്കിൽ ഈ ബാച്ചിൽ 13 പേർ മതിയെന്ന് സാർ പറഞ്ഞു. ഒടുക്കം ആ ഗ്യാപ്പില് നിങ്ങളെ 2 പേരെയും ഞാൻ കഷ്ടപ്പെട്ട് തിരികെ കയറ്റിയേ. ആനന്ദി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയപ്പോൾ റാം രേഷ്മ ഒന്ന് നോക്കി. ആനന്ദിയോട് അടുക്കണോ അകലണമോ എന്നറിയാതെ രേഷ്മ ഒരു നിമിഷം നിന്നു. സോറി. ആനന്ദിയുടെ മുഖത്ത് നോക്കാതെ രേഷ്മ നിലത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് റാം ഉറക്കെ ചിരിച്ചു. തൊട്ടു പിന്നാലെ ആനന്ദിയും അവൾക്ക് പിന്നാലെ രേഷ്മയും ചിരിച്ചു തുടങ്ങി. ഇനി ആ പെണ്ണിന്റെ കാര്യം പറ. ചിരിയടക്കിക്കൊണ്ട് രേഷ്മ പറഞ്ഞു. യെസ്, അവൾ ചിങ്കാവി സുബ്രഹ്മണ്യം. കണ്ടാൽ പാവമാണ്. പക്ഷെ ഒരിക്കൽ ഇവളെപ്പറ്റി പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. വേലച്ചേരി എന്ന സ്ഥലത്ത് റെന്റിന് താമസിച്ചിരുന്ന വീടിന്റെ ബാൽക്കണിയിൽ കഞ്ചാവ് ചെടി വളർത്തിയതിന് ഇവളെ പോലീസ് പിടിച്ചത്. ഇവളുടെ കൂടെ ഒരുത്തിയും കൂടിയുണ്ട്. അവളാ മെയിൻ കഞ്ചാവ് ഡീലർ. ഇരുവരും ഒന്നിച്ച താമസം. 2 പേരും മാനസികമായി ദുർബലരായി പണക്കാരെ ആണുങ്ങളെ തേടിപ്പിടിച്ച് വലയിലാക്കാൻ നടക്കുന്നവരാ. കുറച്ചുനാൾ കൊണ്ടു നടന്ന് കഞ്ചാവൊക്കെ കൊടുത്ത് മയക്കിയ ശേഷം അവരെ പറ്റിക്കും. റാമിന്റെ വർക്കിൽ അഭിനയിച്ച സൗമ്യ ഉൾപ്പെടെ ഡാൻസ് അക്കാദമിയിലെ ചില പെൺപിള്ളേർക്കും ഇവൾ കഞ്ചാവ് കൊടുക്കുന്നുണ്ടെന്ന് ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇവളെന്തിനാണ് ഫുൾ ഫീസ് അടിച്ച് ക്ലാസിക് ഡാൻസ് പഠിക്കാൻ ചെയ്യുന്നതെന്ന് ഇതുവരെയും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. ഡാൻസ് ടീച്ചേഴ്സ് ഇവളെ പഠിപ്പിച്ച് മടുത്തു. കൃത്യമായ ഒരു മുദ്ര പോലും അവൾക്കറിയില്ല. മിക്കപ്പോഴും അവൾക്ക് കാലുവേദനയാണ്. അങ്ങനെ സംശയം തോന്നി ഇവളെപ്പറ്റി തിരക്കിയപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ചിങ്കാവിയെ പുറത്താക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുക ശ്രീനിവാസൻ സാർ. പാസ്റ്റ് ലൈഫ് നോക്കി ഒരാളെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ലല്ലോ. ആനന്ദി പറയുന്നത് കേട്ട് രേഷ്മയും രാമും കണ്ണും മിഴിച്ച് പരസ്പരം നോക്കി. അപ്പോൾ വെട്രി? രേഷ്മ സംശയത്തോടെ ചോദിച്ചു. അവന്റെ കാര്യം പോക്ക, വൈകാതെ അവനും കഞ്ചാവായിക്കോളും. ആനന്ദി അത് പറഞ്ഞപ്പോൾ രേഷ്മ അവളുടെ സങ്കല്പ ലോകത്തിലേക്ക് ഊളിയിട്ടുപോയി. അതിലായി വെട്രിയും ചിങ്കാവിയും കൂടി ഒരു പ്രദേശത്ത് കഞ്ചാവ് കൃഷി നടത്തുകയാണ്. വെട്രി കഞ്ചാവ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. ചിങ്കാവി കഞ്ചാവ് ചെടിയുടെ ഇലകൾ നുള്ളുന്നു. രേഷ്മ തെരുവിലൂടെ ആകാശത്തിലേക്ക് നോക്കി യാന്ത്രികമായി നടന്നു വരുന്ന അവളെ റാം കുലുക്കി വിളിച്ചു. അയ്യോ, എന്റെ ആങ്ങള, അവനെനിക്ക് രക്ഷിക്കണം. രേഷ്മ സ്വപ്ന ലോകത്തിൽ നിന്നും ഞെട്ടിയുണ്ടെന്ന് കൊണ്ട് പറഞ്ഞു. നീ പേടിക്കാതെ, ഇന്നവരുടെ ഫസ്റ്റ് ഡേറ്റിംഗല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് വൈകിട്ട് അവനോട് കാര്യം വിശദമായി തന്നെ പറയാം. റാം അവളെ സമാധാനപ്പെടുത്തി. പക്ഷെ ആ കൂടെ നടക്കുന്ന സൗമ്യ അന്ന് ചിങ്കാവിയെ പറ്റി അത്ര നല്ലതല്ലല്ലോ എന്നോട് പറഞ്ഞത്, റാം പറഞ്ഞു. എങ്കിലും അന്ന് അവള് കഞ്ചാവ് അടിച്ചിട്ടുണ്ട്. ഇതുങ്ങൾ കഞ്ചാവ് അടിച്ചാൽ പരസ്പരം കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അവർ 3 പേരും നടന്ന് കോളേജിലേക്ക് എത്തിയിരുന്നു.